ഹായ് ഫ്രണ്ട്സ്, ഹായ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബുക്കിന്റെ റിവ്യൂ ആണ്. വീറ്റോയുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ളതും KS വരെ എക്സാമിന് എഴുതാമെന്ന് പറയുന്നതുമായ റാങ്ക് ഫയലിന്റെ ബുക്കിന്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പേക്കിംഗ് അടിപൊളിയാണ്. പ്ലാസ്റ്റിക് കവറിലൊക്കെ അടിച്ച് പൊളിച്ച് സെറ്റാക്കി കവർ ചെയ്തിട്ടുണ്ട്. ചില ബുക്കൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബുക്കിന് എത്തുമ്പോഴത്തേക്ക് ബുക്ക് പോസ്റ്റ് ആണെന്ന് തന്നെ അറിയാം. ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ കൊളായിട്ട് വരും. നല്ല നല്ല പാക്കിംഗ് ആട്ടോ, സൂപ്പർ പാക്കിങ്. നമുക്കത് പൊട്ടിച്ച് നോക്കാം. പ്ലാസ്റ്റിക് ഒരു കണക്ക് ഇട്ടത് നല്ലതാണ്, പക്ഷെ ചില കമ്പനിക്കാർ പ്ലാസ്റ്റിക് ഇൻക്ലൂഡ് ചെയ്യത്തില്ല, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ബുക്ക് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു കുളമാവും. പ്ലാസ്റ്റിക് ഒരു വേസ്റ്റ് ആണ്, എന്നിരുന്നാലും കുഴപ്പമില്ല, ബുക്ക് നല്ല സേഫ് ആയിട്ട് ഇരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നോക്കാം. ഒരു ബില്ല് എന്തായാലും കൂടെ ഉണ്ട്, നമുക്ക് ബില്ല് നോക്കാം. ബില്ല് 700 രൂപയാണ്. നമ്മളിവരെ സൈറ്റിൽ നിന്ന് മേടിക്കുമ്പോഴാണ് 700 രൂപ കേട്ടോ. ആമസോൺ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് മേടിക്കണമെങ്കിൽ കൊറിയർ ചാർജ് ഒക്കെ കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നു 800 പോകും. ഓക്കെ, ബുക്ക് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, പാക്കിംഗ് സൂപ്പർ, ബുക്ക് നല്ല പെർഫെക്റ്റ് ബുക്കായിട്ടിരിപ്പുണ്ട്. ബുക്ക് ഫസ്റ്റ് നമുക്കപ്പോൾ നോക്കാം. നല്ല മഞ്ഞ കളറിലെ നല്ല മഞ്ഞ പെയിന്റില് ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ 10th പ്രിലിംസ് മുതൽ KS വരെ veto PSC ഉള്ളത്. 800 രൂപ അതിൽ പ്രിന്റഡ് എമൗണ്ട് ഉണ്ട്. പേപ്പർ ക്വാളിറ്റി ഒക്കെ സൂപ്പർ പേപ്പർ ക്വാളിറ്റി, നല്ല പേപ്പർ ക്വാളിറ്റി, നല്ല പ്രിന്റിങ് സൂപ്പർ തന്നെയാണ്. (2248 പേജസ്). എല്ലാം കൊള്ളാം, പേപ്പർ നല്ല ക്വാളിറ്റി പേപ്പറാണ്. അതിന്റെ ലെങ്ത് 24 സെന്റിമീറ്റർ ആണ്. ബുക്കിന്റെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, ഹൈറ്റ് രണ്ട് ബുക്കും കൂടി വെക്കുമ്പോഴത്തേക്ക് ഒരു ഏകദേശം 7.5 സെന്റിമീറ്റർ ഓളം വരും. ഇനി എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുക്ക് വായിക്കണം. ബുക്ക് വായിച്ചാൽ ബുക്കിൻ്റെ അകത്തുള്ള കണ്ടന്റ് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റും. ഓവറോൾ നോക്കിയിട്ട് കുഴപ്പമില്ല. കുറച്ചുകൂടെ ന്യൂ സിലബസ് ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾക്ക് വരെ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഒരു കണക്ക് നല്ലതാണ്. സാധാരണ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ ചില സമയത്ത് അതിനെപ്പറ്റി വിശദമായിട്ടുള്ള അറിവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ല. അതുമല്ല, ചില സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റൊക്കെ എടുത്ത് വെച്ച് സെർച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പുതിയ ബുക്കുകൾ അങ്ങനെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഞാൻ എന്തായാലും ബുക്ക് നല്ലോണം വായിച്ചില്ല, ഇപ്പോൾ പൊട്ടിച്ചതേ ഉള്ളൂ. അപ്പം ബുക്ക് നല്ല രീതിയിലൊന്ന് നോക്കിയതിന് ശേഷം അടുത്ത റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പേപ്പർ ക്വാളിറ്റി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ വിചാരിക്കുന്നതിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റി ആണോ എന്ന് എനിക്കറിയത്തില്ല. നോർമൽ ഇതുപോലുള്ള റാങ്ക് ഫയലുകൾ മേടിക്കുന്ന സമയത്തുള്ള പേപ്പർ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ താരതമ്യം ചെയ്യാൻ പറ്റുന്ന പേപ്പർ ക്വാളിറ്റിയാണ്. മോശം എന്നതാരും പറയത്തില്ല, നല്ല പേപ്പർ ക്വാളിറ്റി തന്നെയാണ്. എന്ന് വെച്ചാൽ വളരെ അടിപൊളിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ റേഞ്ചിലുള്ള റാങ്ക് ഫയലുകൾക്ക് വരുന്ന പേപ്പർ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ആവറേജ്. ഓക്കെ, താങ്ക് യു.